പ്രിയോട്ടിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നതാണ്, പക്ഷേ ടെസ്റ്റ് പേപ്പർ ഇട്ടപ്പോൾ അതിനകത്തൊന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നിങ്ങൾ പഠിക്കണം. ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3+4i ആണ് അത് ക്വസ്റ്റ്യൻ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന് രണ്ട് സിമ്പിളുണ്ട്, ഇസഡ് ഇൻവേഴ്സ് ഓർ 1/z. അത് കാണാനുള്ള ഫോർമുല ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇസഡ് ഇൻവേഴ്സ് ഓർ 1/z ആണ്. അതിൻ്റെ ഫോർമുല ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ ആണ്. നമ്മുടെ ഇസഡ് ആണ് 3+4i. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇസഡ് ബാർ എഴുതാം. കോഞ്ചുഗേറ്റ് ആണത്. ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റിയാൽ കിട്ടും 3 - 4i. മോഡ് ഇസഡിൻ്റെ സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് റിയലിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ, അതായത് 3² + 4² റൂട്ടിനകത്ത് വരുന്നതാണ് മോഡ് ഇസഡ്. അതിന് ഓൾ സ്ക്വയർ വേണം. അപ്പോൾ 3 - 4i ബൈ റൂട്ടിനകത്ത് 9 + 16 √25 ആണ് അതിൻ്റെ സ്ക്വയർ, അതായത് 25. 3 - 4i ബൈ 25. ആൻസർ ഇങ്ങനെ നിർത്തരുത്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പ്രത്യേകം തിരിച്ച് അറിയത്തക്ക വിധം a+ib എന്ന രൂപത്തിലാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ആൻസർ ലാസ്റ്റ് നിർത്തേണ്ടത്. അപ്പോൾ 3/25 - 4/25i അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അത് 3/25 - 4/25. ഈ /25 രണ്ടിനും ബാധകമാണ്. 3/25 - 4/25i. ഇപ്പോൾ റിയൽ പാർട്ട് 3/25 ആണെന്നും ഇമാജിനറി പാർട്ട് -4/25 ആണെന്നും നമുക്കിത് കണ്ടറിയാം. അപ്പോൾ a+ib എന്ന രൂപം, ഇവിടെ ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആയിപ്പോയി, അതുകൊണ്ട് a+ib എന്നതിൽ ഇടയ്ക്ക് മൈനസ് വരാൻ കാര്യം ഇമാജിനറി പാർട്ട് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് s² + 2s + 5b = 0. നിങ്ങൾക്കറിയാം a1 b3s c5. x (-b ± √b² - 4ac/2a. അപ്പോൾ -3 വരും, ±√9 വരും b². -4 × a × c 4 × 1 × 5/2a 2 × 1. -3 ± റൂട്ടിനകത്ത് 9 -20/2. -t ± റൂട്ടിനകത്ത് -11/2. -t ± √11i/2. ഇത് ± സ്പ്ലിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. -t ± √11i/2. അതായത് ഒരു സെക്കൻഡ് ഡിഗ്രി സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ആൻസറുണ്ട്. ഒരു ആൻസർ -t + √11i/2 ആൻഡ് അടുത്ത ആൻസർ -t - √11i/2. അത് ഒന്നിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. Question number 9. Consider the quadratic equation s² + x + 1 = 0. Solve it. എത്രയോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തു. s² + x + 1 = 0. a1 b1 c1. x (-b ± √b² - 4ac/2a. -1 വരും, -b ± √b² എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 വരും. -4 × a × c 4 × 1 × 1/2a 2 × 1. അപ്പോൾ -1 ± റൂട്ടിനകത്ത് 1 - 4/2. -1 ± റൂട്ടിനകത്ത് -3/2. -1 ± √3i ആണിത് /2. രണ്ട് ആൻസർ കിട്ടി. റൈറ്റ് ദ പോളാർ ഫോം ഓഫ് വൺ ഓഫ് ദ റൂട്ട്സ്. റൈറ്റ് ദി പോളാർ ഫോം ഓഫ് വൺ ഓഫ് ദ റൂട്ട്സ്. നമുക്കിത് രണ്ട് റൂട്ടാണ് കിട്ടി. ഇതിലൊരു റൂട്ടിൻ്റെ പോളാർ ഫോം എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഒരു റൂട്ട് ഇടയ്ക്ക് പ്ലസ് വരുന്നെടുക്കാം. അതായത് -1 + √3i/2 എന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിട്ട് എടുക്കാം, ഇസഡ് എന്ന് പേരിട്ട്. അത് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചാലല്ലേ a+ib എന്ന സ്റ്റാൻഡേർഡ് ഫോം വരുള്ളൂ. അപ്പോൾ നമുക്ക് -1/2 + √3/2i എന്ന് അത് ഫോമിലെഴുതാം. -1/2 + √3/2i. പോളാർ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടേക്ക് x + ഈ ഇസഡിനെ x + iy എന്നെടുക്കുക = -1/2 + √3/2i. അപ്പോൾ x -1/2 ആണ്, y √3/2 ആണ്. പോളാർ ഫോം ഈസ് z = r × cos θ + i sin θ ആണ്. r എന്ന് പറഞ്ഞാൽ മോഡ് z √x² + y². r മോഡ് z √x² + y² ഇതിൻ്റെ സ്ക്വയർ 1/4 ആണ്, പ്ലസ് √3/2ൻ്റെ സ്ക്വയർ 3/4 ആണ്, 3/4. അപ്പോൾ √1 ആണെന്ന് കിട്ടി, അതായത് 1 ആണെന്ന് കിട്ടി. കാലും മുക്കാലും കൂടെ കൂട്ടിയാൽ 1 √1 = 1.
അപ്പോൾ 6 കിട്ടി. ഇനി കോസ് തീറ്റയും സൈൻ തീറ്റയും കാണാൻ നമുക്ക് ഫോർമുലയുണ്ട്. കോസ് തീറ്റ x/r ആണ്, -1/2/1, അതായത് -1/2. സൈൻ തീറ്റ y/r ആണ്, √3/2/1, √3/2. ഒരേ സമയം കോസിൻ്റെ വില -1/2ഉം സൈനിൻ്റെ വില +√3/2ഉം വരുന്ന ആംഗിൾ തീറ്റ നമ്മൾ പഠിക്കുവാണ്. കോസ് തീറ്റ -1/2, സൈൻ തീറ്റ √3/2. അപ്പോൾ സൈനാണ് പോസിറ്റീവ്, പക്ഷേ കോസ് നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞു തന്ന ഓർക്കണുണ്ട്, എനിക്കറിയാം സംശയമുണ്ട്. ASTC ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. എ ഫസ്റ്റിൽ, എസ് സെക്കൻഡിൽ. അപ്പോൾ സെക്കൻഡിൽ സൈനും കൊസീക്കും, അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും പോസിറ്റീവാണ്, അതാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ സെക്കൻഡിൽ കോസ് നെഗറ്റീവാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോണ ആംഗിൾ സെക്കൻഡിലാണ് കിടക്കുന്നത്. സെക്കൻഡിൽ കിടക്കുന്നത് 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾസാണ്. അതിലേതോ ഒരു ആംഗിളാണ് നമ്മുടെ ആൻസർ. കോസ് തീറ്റ +1/2 വരുന്നത് 60 ഡിഗ്രിക്കാണ്. അപ്പോൾ 60യുടെ മൾട്ടിപ്പിൾ സെക്കൻഡിലുള്ളതായിരിക്കും ആൻസർ. 60യുടെ മൾട്ടിപ്പിൾ സെക്കൻഡിലുള്ളത് 120 ആണ്. 90ന് ശേഷം വരുന്നത് 60യുടെ മൾട്ടിപ്പിൾ 120 ഡിഗ്രി. അങ്ങനെ നമുക്ക് തീറ്റ 120 ഡിഗ്രി ആണെന്ന് കിട്ടും. അത് റേഡിയോമെട്രി പറയുമ്പോൾ 60 എന്ന് പറയുന്നത് π/3, 180/3, പിന്നെ × 2, അപ്പോൾ 2π/3, അതാണ് 120. ഈ π/3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്, × 2, അപ്പോൾ 120 ഡിഗ്രി. അപ്പോൾ തീറ്റ 120 ഡിഗ്രി 2π/3. ഓർത്തിരിക്കുക, കോസ് വില -1/2ഉം സൈൻ വില +√3/2ഉം വരുന്ന ആംഗിൾ, സൈൻ പോസിറ്റീവ് വിലയും കോസ് നെഗറ്റീവ് വിലയും വരുന്ന ആംഗിൾ സെക്കൻഡിലാണ്. ASTC, എസ് സെക്കൻഡിൽ, അവിടെ സൈൻ പോസിറ്റീവ് പക്ഷേ കോസ് നെഗറ്റീവ്, അതാണ് ഈ സംഭവം. അപ്പോൾ അത് സെക്കൻഡിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾ കോസ് തീറ്റ +1/2 വരുന്നത് 60 ഡിഗ്രിക്കാണ്. 60 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ സെക്കൻഡിൽ കിടക്കുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് ഉറപ്പിക്കാം. നമുക്ക് തീറ്റ അല്ലെങ്കിൽ തീറ്റയ്ക്ക് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പേരുണ്ട്. അത് ഉറപ്പായിട്ടും -π θ ≤ π ആയിരിക്കണം. 180 ഡിഗ്രിയാണ് π. -180 ഡിഗ്രി θ ≤ 180 ഡിഗ്രി, അങ്ങനെയുള്ളൊരു ആംഗിളാണ് നമുക്ക് കിട്ടിയത്. -180യേക്കാൾ വലുതും +180 ഉൾപ്പെടെ അതിനേക്കാൾ ചെറുതുമായിട്ടുള്ള ആംഗിൾ. അപ്പോൾ പോളാർ ഫോം ഈസ് ZD = 1 × ആറിൻ്റെ സ്ഥാനത്ത് 1 × cos 2π/3 + I sin 2π/3 ആൻസർ കിട്ടി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് ഈ പ്രോബ്ലത്തിൽ. ഇഫ് ദ 2 റൂട്ട്സ് ഓഫ് ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ ആൽഫ ആൻഡ് ബീറ്റ, ഷോ ദാറ്റ് α² = ബീറ്റ. നമ്മുടെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 2 റൂട്ട്സ്, ഒരെണ്ണം ആൽഫയും ഒരെണ്ണം ബീറ്റയും പേരിട്ടാൽ ഒരെണ്ണത്തിൻ്റെ സ്ക്വയർ α² = ബീറ്റ എന്ന് തെളിയിക്കുക. നമ്മൾ എ പാർട്ടിൽ ഇത് സോൾവ് ചെയ്ത് ആൽഫയും ബീറ്റയും ചുരുക്കി പറഞ്ഞാൽ കണ്ടുപിടിച്ച് ഇതിൽ ഒരെണ്ണം ആൽഫ ഒരെണ്ണം ബീറ്റ, എന്നിട്ട് നമ്മൾ ഒരെണ്ണത്തിൻ്റെ പോളാർ ഫോമും കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ സി പാർട്ടും ഇതിനെ ആസ്പദമാക്കി തന്നെയാണ്. ഏതെങ്കിലും ഒരു സ്ക്വയർ റൂട്ടിനെ ആൽഫ എന്നും അടുത്തതിന് ബീറ്റ എന്നും പേരിട്ടിട്ട് ആൽഫയുടെ സ്ക്വയർ ബീറ്റ എന്ന് കാണിക്കുക. നമ്മളിവിടെ ആൽഫയായിട്ട് -1 + √3i/2 എടുത്തു, ബീറ്റയായിട്ട് -1 - √3i/2ഉം എടുത്തു. അപ്പോൾ ആൽഫയുടെ സ്ക്വയർ കാണാൻ പോവാണ്. -1 + √3i/2 ഹോൾ സ്ക്വയർ ഒന്നിച്ചിട്ട്, അല്ലെങ്കിൽ A+IB ഫോം സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ എടുക്കാം, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എടുക്കാം. -1 + √3i ഹോൾ സ്ക്വയർ ആണ് ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ, താഴെ 2 സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. A+B ഹോൾ സ്ക്വയർ വെച്ച് A സ്ക്വയർ -1ൻ്റെ സ്ക്വയർ +2ab, 2 × -1 × √3i + B സ്ക്വയർ √3iയുടെ ഹോൾ സ്ക്വയർ /2 സ്ക്വയർ 4. അപ്പോൾ എന്ത് കിട്ടി? 1 കിട്ടി. ഇവിടെ -2 √3i വന്നു, ഇവിടെ 3i² വന്നു, 3i² /4. √3യുടെ 3 വന്നു സ്ക്വയറായിട്ട്, ഐയുടെ i² വന്നു /4. അപ്പോൾ 1 - 2 √3i -3, 3 × -1 ആണ് വരുന്നത്. i² വില -1, 3 × -1 /4. അപ്പോൾ 1 - 2 √3i -3 /4. അപ്പോൾ 1 - 3 വന്നിട്ട് -2 √3i /4. അപ്പോൾ -2 /4
-2√3/4i. അപ്പോൾ -1/2 -√3/2i. ഇത് നമുക്ക് ഒന്നിച്ചെഴുതിയാൽ -1 -√3i/2 ഒന്നിച്ച് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ -1 -√3i/2 എന്നാണ് കിട്ടിയത്. അതായത് നമ്മുടെ ബീറ്റയാണത്. അപ്പോൾ നമ്മൾ ചെയ്ത ആൽഫയുടെ സ്ക്വയർ ബീറ്റ എന്ന് എടുത്തു. കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം. ആൽഫ ഇതാണ് എടുത്തത്. അപ്പോൾ ആൽഫയുടെ സ്ക്വയർ കാണുകയാണ്. ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അതെപ്പോഴും ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ 4 പോയേക്കുവാണ് ലാസ്റ്റ് വരെ. a+b ഹോൾ സ്ക്വയർ വെച്ച് നമുക്ക് ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ എടുക്കാം. -1ൻ്റെ സ്ക്വയർ പ്ലസ് 2 × -1 × √3i പ്ലസ് √3iയുടെ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് 1 - 2√3i പ്ലസ് 3i² കിട്ടും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ബൈ 4 വരും. അപ്പോൾ 1 - 2√3i പ്ലസ് 3 × -1/4 1 - 2√3i -t/4 -2 - 2√3i/4 -2/4 -2√3/4i -1/2 -√3/2i -1 -√3i/2 ബീറ്റ. 10ാമത്തെ ചോദ്യം ഫൈൻഡ് പോളാർ ഫോം ഓഫ് 1+i/1 - i. 1+i/1 - iയുടെ പോളാർ ഫോം കാണണമെങ്കിൽ 1+i/1 - iയെ കാൽക്കുലേഷൻ ചെയ്ത്, ഇവിടെ ഡിവിഷനാണ്, രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിലുള്ള ഡിവിഷൻ, അത് ചെയ്ത് a+ib ഫോമിൽ ഒറ്റ കോംപ്ലക്സ് നമ്പറാക്കി കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ പോളാർ ഫോം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിവിഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അതേപടി എഴുതിയിട്ട് അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്നതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റിന് ഒരു വില വ്യത്യാസവും വരുന്നില്ല. കാരണം ക്വസ്റ്റിന് അതേപടി എഴുതിയിട്ട് ഡിനോമിനേറ്ററിൽ വരുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് ഉണ്ട്. അതായത് ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റി കിട്ടുന്ന ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് തന്നെ മുകളിലും താഴെയിട്ട് ഗുണിക്കുമ്പോൾ വില വ്യത്യാസം വരില്ല. കാരണം ഒരേ കാര്യം കൊണ്ടാണ് മുകളിലും താഴെയും ഗുണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ക്വസ്റ്റിന് വില വ്യത്യാസം വരില്ലല്ലോ. ഇനി രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഗുണിക്കുന്നത് ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുന്നു ബൈ ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുന്നു എന്നാണ്. ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ 1+i ഹോൾ സ്ക്വയർ, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുമ്പോൾ a - b × a+b a² - b². a - b × a+b a² - b². a+b ഹോൾ സ്ക്വയർ എന്താണ്? a² 1 പ്ലസ് 2ab 2 × 1 × i പ്ലസ് b² i² ബൈ 1 - 1. അപ്പോൾ 1 + 2i -1 ബൈ 2 എന്ന് കിട്ടി. 1 - 1 ക്യാൻസലായിപ്പോയി. 2i/2 എന്നിട്ട് i കിട്ടി. i എന്ന് പറയുന്നത് ജനറൽ ഫോമിൽ എഴുതുമ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറും 0+1i a+ib എന്ന രൂപത്തിലാണ് കിടക്കേണ്ടത്. അപ്പോൾ i എന്ന് കിടന്നാൽ അത് നമുക്ക് റിയൽ പാർട്ടില്ല, 0 എന്നാക്കാം. +1i എന്നെഴുതി ഇമാജിനറി പാർട്ട് കൃത്യമായിട്ട് അതിൻ്റെ 1 ആണെന്ന് കാണിക്കാം. 0+1i. ഇപ്പോൾ 5 എന്നൊരു സംഖ്യ വന്നാൽ നിങ്ങളോട് കോംപ്ലക്സ് നമ്പറിൻ്റെ രൂപത്തിൽ എഴുതാൻ പറഞ്ഞാൽ 5 + 0 i എന്നങ്ങ് എഴുതിയാൽ മതി. 5 + 0i. അങ്ങനെ എഴുതുമ്പോൾ 5 എന്ന റിയൽ നമ്പർ കോംപ്ലക്സ് നമ്പറിൻ്റെ രൂപത്തിലായി. ഏതൊരു റിയൽ നമ്പറിനെയും നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ രൂപത്തിൽ എഴുതാം. അപ്പോൾ i എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്, പക്ഷേ സ്റ്റാൻഡേർഡ് ഫോം അല്ല. അപ്പോൾ നമുക്ക് റിയൽ പാർട്ട് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് 0 പ്ലസ് പിന്നെ 1i എന്ന് എഴുതുക. അപ്പോൾ റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 1. ഇനി പോളാർ ഫോമിലേക്ക് എഴുതാനല്ലേ പറഞ്ഞത്. 0+1i ആണല്ലോ നമുക്ക് കിട്ടിയ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ടേക്ക് s+iy = 0+1i. അപ്പോൾ x 0i ആണ്, y 1 ആണ്. 6 കാണാം. mod z √x² + y² √0 + 1 √1, അതായത് 1. പോളാർ ഫോം എന്ന് പറയുന്നത് z = r × cos θ + i sin θ ആണ്. അതിൽ 6 മാത്രം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. cos θ x/r, അതായത് 0/1 എന്ന് വെച്ചാൽ 0. sin θ y/r, അതായത് 1/1 = 1. ഒരേ സമയം കോസ് 0 വിലയും സൈന് 1 എന്ന വിലയും വരുന്ന ആംഗിൾ തീറ്റ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയെ റേഡിയോമെട്രി പറയുന്നതാണ് π/2. നിങ്ങൾ 90 ഡിഗ്രി എന്ന് ഇവിടെ ഒന്ന് എഴുതി വെച്ച് π/2 എന്ന് എഴുതുക. π 180 ഡിഗ്രി ആണ് എല്ലാ പ്രോബ്ലത്തിലും ഓർക്കേണ്ടത്. അപ്പോൾ 90 ഡിഗ്രി എന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് π/2 എന്നതിനെ റേഡിയോമെട്രിയിലേക്ക് മാറ്റി പറയാം. കാരണം 90 180ൻ്റെ പകുതി. അപ്പോൾ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ ഒരു പ്രോബ്ലത്തിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രിഗ്നോമെട്രി പഠിപ്പിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ കോളത്തിൽ വരച്ചിങ്ങളൊന്ന് ഓർത്തിരിക്കണം. cos θ 0യും sin θ 1ഉം വരുന്ന ആംഗിൾ തീറ്റ 90 ഡിഗ്രി എന്നെഴുതി ചേർത്തിട്ട് π/2. പോളാർ ഫോമിൽ ഒരിക്കലും ഡിഗ്രിയിലല്ല ആംഗിൾ എഴുതേണ്ടത്, റേഡിയനിലാണ്. അപ്പോൾ z = 1 × cos π/2 + i sin π/2 ഈസ് ദി പോളാർ ഫോം. നമ്മൾ 10ാമത്തെ പ്രോബ്ലം ചെയ്തു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 3 + 4i. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റൂട്ട് കാണാൻ നിങ്ങൾ പഠിച്ചല്ലോ, സ്ക്വയർ റൂട്ട് കാണാൻ.
നമുക്ക് ഫോർമുലയുണ്ട് റൂട്ട് ഓഫ് എ പ്ലസ് ഐ ബി ഈസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് മോഡ് ഇസഡ് ബൈ ടു പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് എ പ്ലസ് മോഡ് ഇസഡ് ബൈ ടു. ഒന്നാൾ പറയാം. റൂട്ട് ഓഫ് എ പ്ലസ് ഐ ബി ഈസ് ഇക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ പ്ലസ് മോഡ് ഇസഡ് ബൈ ടു പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് മൈനസ് എ പ്ലസ് മോഡ് ഇസഡ് ബൈ ടു. നിങ്ങൾക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ എ 3 ആണെന്നും ബി 4 ആണെന്നും. അപ്പോൾ മോഡ് ഇസഡ് കണ്ടേക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണല്ലോ, റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇതാണല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആണല്ലോ റൂട്ട് കണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് 3 + 4i ആണ് കണ്ടത്. അതായത് നമ്മുടെ എ പ്ലസ് ഐ ബി എന്ന് പറയുന്നത് 3 + 4i ആണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് കാണാൻ പോവുകയാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് 9 + 16 റൂട്ട് 25 5. ഇനി നമുക്കിതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ റൂട്ട് ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ 3 + 4i അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്ന് കണക്കിൻ്റെ ഭാഷയിൽ ഇങ്ങനെ റൂട്ട് സിമ്പലിനകത്ത് അതിട്ട് കാണിച്ചു. ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ടിനകത്ത് 3 ആണ് എ പ്ലസ് മോഡ് ഇസഡ് 5 ആണ് ബൈ 2 പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് -3 + 5 ബൈ 2 പ്ലസ് ഓർ മൈനസ് 4 വരും. പ്ലസ് ഓർ മൈനസ് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1 വരും. പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 1i. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതിൻ്റെ ഇമാജിനറി പാർട്ട് പോസിറ്റീവാണ്. അതുകൊണ്ട് ചൂസ് ദ സെയിം സൈൻ ഫോർ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. 2 + 1i 2 -2 -1i. അപ്പോൾ രണ്ട് ആൻസർ, ഒന്ന് 2 + 1i, ഒന്ന് -2 -1i. അതാണ് റൂട്ട് ഓഫ് 3 + 4i. രണ്ട് ആൻസർ ഇടയ്ക്ക് ആൻഡ് ഇട്ട് എഴുതുക. ഇപ്പോൾ നമ്മുടെ 8 9 10 11 8 നേരത്തെ പഠിപ്പിച്ചാണ്. 4 കണക്കായി. ഒരു കണക്കാണ് നമുക്ക് പഠിച്ചേക്കാം. If z is complex number with mod z2 and argument of z 4π/3, then express z in a plus ib4. നിങ്ങൾ വിചാരിക്കുക ഇതെല്ലാം ഭയങ്കര പ്രയാസമാണ്. എൻ്റെ പൊന്നും പിള്ളേരെ, ഇതൊക്കെ വളരെ ഈസിയാണ്. ഇസഡ് ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതിൻ്റെ മോഡുലസ് 2 ആണ്. ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് 4π/3 എന്ന് വെച്ചാൽ തീറ്റയല്ലേ, അത് 4π/3 ആണ്. എങ്കിൽ ആ ഇസഡിനെ എ പ്ലസ് ഐ ബി എന്ന ഫോമിൽ പറയുക. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ നമുക്ക് 1/2 മാർക്ക് കിട്ടും. മോഡ് ഇസഡ് 2 ആണെന്നും ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് 4π/3 ആണെന്നും ഇവിടെ തന്നേക്കുവാണ്. മോഡ് ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ 6 ആണ്. 2 തീറ്റയാണിത്. തീറ്റ 4π/3. ഇനി നമുക്ക് ഈ 6 തീറ്റയും കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ പോളാർ ഫോമിലാണ്. ഇസഡ് ഈസ് ഇക്വൽ ടു r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ബിക്കംസ് ഇസഡ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു കോസ് 4π/3 പ്ലസ് ഐ സൈൻ 4π/3. ഇസഡ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു കോസ് π/3 എന്ന് പറഞ്ഞാൽ 180/3 60. അപ്പോൾ 4 ഇൻറ്റു 60 240 ഡിഗ്രി പ്ലസ് ഐ സൈൻ 240 ഡിഗ്രി. ഇസഡ് ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു കോസ് 240 ഡിഗ്രിയുടെ വില നിങ്ങൾക്ക് അറിയത്തില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രിഗ്നോമെട്രി വരുന്നതാണ്. 240 ഡിഗ്രിയെ നമ്മൾ 180 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇതും 240 ഡിഗ്രി പ്ലസ് ഐ സൈൻ ഇൻറ്റു 180 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി. 180 വരുമ്പോൾ ഇത് റിഡക്ഷൻ ഫോർമുല എന്നൊരു ഭാഗം നമുക്ക് ട്രിഗ്നോമെട്രി പഠിക്കാനുണ്ട്. 180 ഡിഗ്രിയുടെ കൂടെ ആംഗിൾ കൂട്ടിയാൽ അല്ലെങ്കിൽ ആംഗിൾ കുറച്ചാൽ രണ്ടും 180 ഡിഗ്രി വരുമ്പോൾ സെയിം ഫംഗ്ഷനാണ്. കോസിന് കോസ് തന്നെ വരുമെന്ന്. ഈ കോസിന് ഇത് ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ആംഗിൾ സ്പ്ലിറ്റ് ചെയ്ത സ്ഥലം. ഇതിൻ്റെ ആൻസർ ഇത് കോസിന് കോസ് തന്നെ വരുന്നു, സൈനിന് സൈൻ തന്നെ വരുന്നു. ഇനി അങ്ങനെ മാത്രം വന്നാൽ പോരാ, സെയിം ഫംഗ്ഷൻ തന്നെ വരുന്നു എന്നാണ് 180 ഡിഗ്രി വരുമ്പോൾ. അപ്പോൾ കോസ് എന്ന ക്വസ്റ്റിന് കോസ് എന്ന ആൻസർ തന്നെ വരുന്നു, സൈൻ എന്ന ക്വസ്റ്റിന് സൈൻ എന്ന ആൻസർ തന്നെ വരുന്നു. അതുമാത്രം പോരാ, സൈൻ തീരുമാനിക്കണം പോസിറ്റീവാണ് നെഗറ്റീവാണ്. ഈ 180 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 240 ഡിഗ്രി ഉണ്ട് ടോട്ടൽ. 240 ഡിഗ്രി നമ്മളിങ്ങനെ കുരിശ് വരച്ചിട്ട് അല്ലെങ്കിൽ എക്സ് അക്ഷം വൈ അക്ഷം വരച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തിൽ അക്ഷരങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ ASTC എന്നാണ്. നമ്മുടെ ആംഗിൾ ഇപ്പോൾ 240 ഡിഗ്രിയാണ്. ഇവിടെ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, 90 ഡിഗ്രി മുതൽ 180 ഡിഗ്രി വരെ സെക്കൻഡ്, 180 തൊട്ട് 270 വരെയാണ് ഇവിടുത്തെ തേർഡ്. അതിനകത്താണ് 240 ഡിഗ്രി കിടക്കുന്നത്. ഈ കൂട്ടുമ്പോൾ ഉള്ള ആംഗിൾ കിടക്കുന്നത് 240 ഡിഗ്രി തേർഡിലാണ്. തേർഡിൻ്റെ അക്ഷം പക്ഷേ T ആണ്. ടാനും അതിൻ്റെ റെസിപ്രോക്കൽ കോട്ടും മാത്രമേ പോസിറ്റീവ് വരികയുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ കോസാണ്. അപ്പോൾ നെഗറ്റീവായിട്ടാണ് നമ്മുടെ ആൻസർ അപ്പോൾ വരുള്ളൂ. ഈ തേർഡിലാണ് 240 ഡിഗ്രി, അവിടുത്തെ അക്ഷം T ആണ്. ASTC. ആ T എന്ന് പറയുമ്പോൾ ടാനും കോട്ടുമാണ് ഉദ്ദേശിക്കുന്നത്. ടാനും കോട്ടും ക്വസ്റ്റ്യനായിട്ട് വരുന്നതിൻ്റെ ആൻസർ മാത്രമേ പോസിറ്റീവ് വരുള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് വന്നത് കോസാണ്. അതുകൊണ്ട് അതിൻ്റെ ആൻസർ നെഗറ്റീവാണ്. 240 ഡിഗ്രിയാണ് വീണ്ടും ഇവിടെ നമ്മൾ പഠിച്ചു വെച്ചു. തേർഡിലാണ് ആംഗിൾ, അവിടുത്തെ അക്ഷം T ആണ്. ടാനോ കോട്ടോ ക്വസ്റ്റ്യനായിട്ട് വരുന്നതിൻ്റെ ആൻസറേ പോസിറ്റീവ് വരുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് വന്നത് സൈനാണ്. അതുകൊണ്ട് ആൻസർ നെഗറ്റീവാണ്.
അതുകൊണ്ട് രണ്ട് ആൻസറും നെഗറ്റീവാണ്. 180 ഡിഗ്രി വന്നപ്പോൾ രണ്ട് സെയിം ഫംഗ്ഷനാണ്. കോസിന് കോസ്, സൈന് സൈനാണ്. രണ്ട് കാര്യങ്ങളാണ് റിഡക്ഷൻ ഫോർമുലയിൽ നോക്കേണ്ടത്. സെയിം ഫംഗ്ഷനാണോ അല്ലെങ്കിൽ കോ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. CO കോ ഫംഗ്ഷൻ, അത് നമുക്ക് വേറെ കണക്കിൽ വരുമ്പോൾ കാണാം. സെയിം ഫംഗ്ഷനാണ്. 180 ഡിഗ്രി വന്നുകൊണ്ട് രണ്ടിലും വന്നേ. അതുകൊണ്ട് കോസിന് കോസും സൈന് സൈനും വന്നു. പക്ഷേ 240 ഡിഗ്രി തേർഡിൽ കിടക്കുന്നു. തേർഡ് ക്വാഡ്രൻറ്റിലെ അക്ഷൻ T ടാനോ കോട്ടോ ക്വസ്റ്റനായിട്ട് വരുന്നതിൻ്റെ ആൻസറേ പോസിറ്റീവ് വരുള്ളൂ ഇവിടെ. അതുകൊണ്ട് ആൻസർ നെഗറ്റീവ് വന്നു. ടാനോ കോട്ടോ ക്വസ്റ്റനായിട്ട് വരുന്നതിൻ്റെ ആൻസർ മാത്രമേ പോസിറ്റീവ് വരുള്ളൂ. ഇവിടെ സൈനാണ് ക്വസ്റ്റനായിട്ട് വന്നുകൊണ്ട് ആൻസർ നെഗറ്റീവ് വന്നു. ഇനി Z = 2 ഇൻറ്റു നിങ്ങൾക്ക് cos 60 ഡിഗ്രിയുടെ വില അറിയണം. cos 60 ഡിഗ്രി 1/2 ആണ്. അപ്പോൾ ഇത് -1/2 മൈനസ് I ഇൻറ്റു സൈൻ 60 ഡിഗ്രി √3/2 ആണ്. അപ്പോൾ -I ഇൻറ്റു √3/2. ഇങ്ങനെ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കുറിച്ച് പോകും. cos 60 ഡിഗ്രി 1/2 സൈൻ 60 ഡിഗ്രി √3/2 അതാണ് കുറിക്കേണ്ടത്. cos 60യിൽ ചുവന്നക്ഷയ്ക്ക് വരയ്ക്കുക. cos 60 ഡിഗ്രി 1/2 സൈൻ 60 ഡിഗ്രി √3/2. 2 കൊണ്ട് മൾട്ടിപ്ലൈ അകത്തേക്ക് ചെയ്യുമ്പോൾ -1 -√3 I എന്ന് വരുന്നു. -2 രണ്ട് ഡിനോമിനേറ്റർ ക്യാൻസലായിപ്പോയി. -1 -I√3. അങ്ങനെ നമ്മൾ A+IB എന്ന രൂപത്തിൽ ആ കോംപ്ലക്സ് നമ്പറിനെ എഴുതി. ഇതല്ലേ S+Z in A+IB ഫോം. അപ്പോൾ നമ്മുടെ 6 2ഉം തീറ്റ 4 π/3 നമ്മുടെ പോളാർ ഫോമിൽ കൊടുത്ത് ചെയ്തു വന്നപ്പോൾ cos 240 ഡിഗ്രി സൈൻ 240 ഡിഗ്രി നമുക്ക് വില കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നു. അത് റിഡക്ഷൻ ഫോർമുല വെച്ച് ഇങ്ങനെ എഴുതി ചെയ്യേണ്ടതായിട്ട് വന്നു. 180 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രിന്ന് 240 ഡിഗ്രിയെ രണ്ട് സ്ഥലത്തും എഴുതി. 180 ഡിഗ്രി വരുമ്പോൾ സെയിം ഫംഗ്ഷൻ എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ആ കോസ് എന്ന ക്വസ്റ്റിന് കോസ് എന്ന ആൻസറും സൈൻ എന്ന ക്വസ്റ്റിന് സൈൻ എന്ന ആൻസറും. 240 ഡിഗ്രി തേർഡിലാണ് കിടക്കുന്നത്. തേർഡിലെ അക്ഷം പക്ഷേ T ആണ്. ടാനോ കോട്ടോ ക്വസ്റ്റിനായിട്ട് വരുന്നതിൻ്റെ ആൻസർ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇവിടെ ക്വസ്റ്റിനായിട്ട് വന്നത് കോസും സൈനുമാണ്. അതുകൊണ്ട് രണ്ട് ആൻസറും നെഗറ്റീവാണ്. പിന്നെ നമുക്ക് cos 60 ഡിഗ്രിയുടെ വില അറിയേണ്ടി വന്നു 1/2, സൈൻ 60 ഡിഗ്രിയുടെ വില അറിയേണ്ടി വന്നു √3/2. പുറത്ത് 2 കൊണ്ട് ഗുണിച്ചപ്പോൾ -1 -I√3 എന്ന ഫൈനൽ ആൻസർ കിട്ടി. Z ബാർ കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. Z ഇതാണ്. അപ്പോൾ Z ബാർ കാണാൻ പറഞ്ഞാൽ എൻ്റെ കോയിൻസിഡൻറ്റ് ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റുക. -1 + I√3. വെരിഫൈ ദാറ്റ് Z ബാറിൻ്റെ സ്ക്വയർ 2Z. Z ബാർ ഇപ്പോൾ കിട്ടിയില്ല, അതിൻ്റെ സ്ക്വയർ എന്ന് എടുത്താൽ പോരെ. Z ബാറിൻ്റെ സ്ക്വയർ -1 + I√3യുടെ ഹോൾ സ്ക്വയർ നിങ്ങൾക്കറിയാം. A + B ഹോൾ സ്ക്വയർ A സ്ക്വയർ -1ൻ്റെ സ്ക്വയർ പ്ലസ് 2AB 2 × -1 × I√3 പ്ലസ് B സ്ക്വയർ I സ്ക്വയർ √3 സ്ക്വയർ -1ൻ്റെ സ്ക്വയർ +1 -2√3I പ്ലസ് -1 × 3 √3യുടെ സ്ക്വയർ 3 I സ്ക്വയർ -1. അപ്പോൾ 1 -3 -2√3I -2 -2√3I എന്നാണ് കിട്ടിയത്. 2 നമുക്ക് പുറത്തെടുക്കാം. അപ്പം -1 -√3I. അപ്പോൾ നമുക്ക് മനസ്സിലായി 2Z ആണ്. -1 -I√3 ആണ് Z. അപ്പോൾ 2Z ആണ്. അങ്ങനെ നമ്മൾ Z ബാറിൻ്റെ സ്ക്വയർ 2Z എന്ന് കൊണ്ടുവന്നു. എല്ലാ പ്രോബ്ലവും കാൽക്കുലേഷൻ വെച്ച് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. 12ാമത്തെ കണക്കോടുകൂടി ഞാൻ നിർത്തി. 12ാമത്തെ ക്വസ്റ്റ്യനിൽ അറിയേണ്ട ഒരു കാര്യം A+B ഹോൾ സ്ക്വയർ ചെയ്യാനായിട്ട്. പിന്നെ അറിയേണ്ട ഒരു കാര്യം ഇത് cos 60 ഡിഗ്രിയുടെ വില 1/2, സൈൻ 60 ഡിഗ്രിയുടെ വില √3/2. പിന്നെ cos 240 ഡിഗ്രി സൈൻ 240 ഡിഗ്രിയൊക്കെ ചെയ്ത് റിഡക്ഷൻ ഫോർമുല വെച്ചാണ് 180 ഡിഗ്രി പ്ലസ് 60 ഡിഗ്രി എന്ന് 240 ഡിഗ്രിയെ എഴുതി. 180 ഡിഗ്രി വരുമ്പോൾ സെയിം ഫംഗ്ഷൻ എന്നൊരു കാര്യമുണ്ട്. റിഡക്ഷൻ ഫോർമുലയുടെ ആൻസർ. അപ്പോൾ കോസ് എന്ന ക്വസ്റ്റിന് കോസ് എന്ന ആൻസറും സൈൻ എന്ന ക്വസ്റ്റിന് സൈൻ എന്ന ആൻസറും വരും. cos 60 ഡിഗ്രി അത്രയേ പിന്നെ എഴുതുള്ളൂ. സൈൻ 60 ഡിഗ്രി ആഡ് ചെയ്യുന്ന സാധനം എഴുതുള്ളൂ. 180 ഡിഗ്രി അതിനകത്ത് വരില്ല. പിന്നെ ഇത് 240 ഡിഗ്രി ഉണ്ട്. അത് കിടക്കുന്ന സ്ഥലം തേർഡ് ക്വാഡ്രൻ്റ് ആണ്. അവിടുത്തെ അക്ഷൻ T ആണ്. ടാനോ കോട്ടോ ക്വസ്റ്റിനായിട്ട് വരുന്നതിൻ്റെ ആൻസറേ പോസിറ്റീവ് വരുള്ളൂ. ഇവിടെ ക്വസ്റ്റിനായിട്ട് വന്നത് കോസ് ആണ്. അതുകൊണ്ട് ആൻസർ നെഗറ്റീവ്. അങ്ങനെ സൈനും കൂടെ ഇടണം. ടാനോ കോട്ടോ ക്വസ്റ്റിനായിട്ട് വരുന്നതിൻ്റെ ആൻസറേ പോസിറ്റീവ് വരുള്ളൂ. ഇവിടെ ക്വസ്റ്റിനായിട്ട് വന്നത് സൈൻ ആണ്. അതുകൊണ്ട് ആൻസർ നെഗറ്റീവ്. cos 60 ഡിഗ്രിയുടെ വില 1/2. അപ്പോൾ -1/2 -I × സൈൻ 60യുടെ വില √3/2. പുറത്ത് 2 കൊണ്ട് ഗുണിച്ച -1 -I√3.
ഇനി അതിന് മുന്നിലത്തെ കണക്കിന് അത് പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം cos θ 0 sin θ 1 വരുമ്പോൾ θ 90 ഡിഗ്രി എന്ന് എഴുതിയിട്ട് π/2 അത് പഠിപ്പിച്ചിട്ടുണ്ട് വേറൊരു കണക്കിൽ ഓർത്തിരിക്കുക. പിന്നെ ഡിവിഷൻ വരുമ്പോൾ അത് അതേപടി എഴുതി താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. താഴെ കിടക്കുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് 1+i ആണ്. ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ മാറ്റുന്നു. അതുകൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുമ്പോൾ ഫലത്തിൽ ഈ ക്വസ്റ്റിന് വില വ്യത്യാസം വരുന്നില്ല. ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കും 1+i (2), ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക a - b × a + b a² - b², a + b (2) a² 1² + 2ab 2 × 1 × i + b² i² -1 അതായത് 2 1 + 2i -1/2. അപ്പം നമുക്ക് 2i/2 i അങ്ങനെ ഇട്ടാൽ പറ്റില്ല. a + ib എന്ന ഫോമിൽ വേണം എഴുതാൻ. അപ്പോൾ 0 + 1i അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഒരെണ്ണം ഇതാണ് cos θ -1/2 sin θ √3/2 വരുമ്പോൾ കോസ് നെഗറ്റീവ് വിലയും സൈന് പോസിറ്റീവ് വിലയും വരുമ്പോൾ ആ ആംഗിൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. 120 ഡിഗ്രിയാണ്. cos θ -1/2 എന്ന് കണ്ടാൽ തീറ്റ 120 ഡിഗ്രി എന്ന് ഓർത്തിരിക്കുക. അതിൽ 60 ഡിഗ്രിയെ π/3 എന്ന് പറയും. 180/3 അതാണല്ലോ 60 ഡിഗ്രി. അപ്പം 120 ഡിഗ്രിയെ 2π/3 എന്ന് പറയും. അതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിച്ച ഭാഗത്ത് ഓർത്തിരിക്കേണ്ടത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ കാര്യം അന്ന് പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇസഡ് ഇൻവേഴ്സ് ഓർ 1/z എന്നാണ് അതിൻ്റെ സിമ്പിൾ. Z⁻/mod(z²) എന്നാണ് അതിൻ്റെ ഫോർമുല. Z⁻ കാണാനും അറിയണം, mod(z)ൻ്റെ സ്ക്വയർ കാണാനും അറിയണം. ഇങ്ങനെ a + ib എന്ന ഫോർമുല ആൻസർ നടത്തണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോബ്ലവും കാൽക്കുലേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കണം. പിന്നെ ഫോർമുലയും നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ട്രിഗ്നോമെട്രി പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഇച്ചിരി ബുദ്ധിമുട്ട് പ്രോബ്ലത്തിൽ തീറ്റായ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് പക്ഷേ ഈ പ്രോബ്ലത്തിൽ പോളാർ ഫോമിൽ മാത്രമേ അത് വരുന്നുള്ളൂ. പോളാർ ഫോമിൽ ഇങ്ങനെ കുറച്ച് 5-6 പ്രോബ്ലത്തിൽ വന്നല്ലോ, അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനിയിപ്പം നമുക്ക് അതിന് മാത്രം വ്യത്യാസപ്പെട്ട കണക്കുകളൊന്നുമില്ല. ഇപ്പം നമ്മൾ 12ാമത്തെ കണക്ക് വരെയല്ലേ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ 8, 9, 10, 11, 12 5 കണക്കാണ്. ആ 5 കണക്കാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. ഇനി 12 വരെയുള്ള കണക്കുകളപ്പോൾ തീർന്നു. ഇനി നമുക്ക് നോട്ട്സ് നോക്കാം. ഞാൻ വെറുതെ നോക്കുന്നതാണ്. 13 വെറുതെ സിമ്പിളാണ്. 14 പ്രയാസമുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29. അപ്പം 29 പ്രോബ്ലമല്ലേ ഉള്ളൂ. 29 പ്രോബ്ലത്തിൽ നോക്കിയിട്ട് ഇനി കൂടുതൽ ബൈഹാർട്ടായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ അധികമൊന്നുമില്ല. നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അത് ട്രിഗ്നോമെട്രി പഠിക്കാത്തതിന് പേരിൽ ആംഗിൾ തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാനുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഞാൻ ഇന്നത്തെ ക്ലാസ് എടുത്ത് വെച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നില്ലേ, ഈ പുറകിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾ ചുവന്നക്ഷയ്ക്ക് വരച്ച് പഠിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ളത് നാളത്തേക്ക് 8, 9, 10, 11, 12 പരീക്ഷ എഴുതുക. നിങ്ങളങ്ങനെ ഇപ്പോൾ തീറ്റയുടെ കാര്യം കുറേശ്ശെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ട്രിഗ്നോമെട്രി പഠിക്കാൻ നേരത്ത് ഇച്ചിരി എളുപ്പവും കിട്ടും. ട്രിഗ്നോമെട്രി ആദ്യമേ കയറി ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിനോടൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രിഗ്നോമെട്രി മാറ്റി വെച്ചത്. പക്ഷേ സ്കൂളിലായിരുന്നെങ്കിൽ ട്രിഗ്നോമെട്രി പഠിപ്പിച്ചിട്ടേ കോംപ്ലക്സ് നമ്പർ പഠിപ്പിക്കുമായിരുന്നുള്ളൂ. വേറെ ചാപ്റ്റർ നമുക്കിപ്പോൾ പഠിപ്പിക്കാനില്ലാതെ പോയി. അതുകൊണ്ടാണ്. കാരണം 3 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത ടോപ്പിക്കാണ് എൻ്റെ കിടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു തീരുമാനം ഇല്ലാത്തതുകൊണ്ട് രക്ഷയില്ല. പിന്നെ ഒരു ചാപ്റ്ററിന് പകരം അൻഷഡീസിൻ്റെ ചാപ്റ്റർ എടുത്ത് ഞാൻ പഠിപ്പിച്ചു, സീക്വൻസ് ആൻഡ് സീരീസ്. ഇനി എൻ്റെ ചാപ്റ്റർ കവർ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ട്രിഗ്നോമെട്രി മാറ്റി വെച്ചതാണ് പ്രോബ്ലം ആയത്. നിങ്ങളതുകൊണ്ട്
വിഷമമൊന്നും വിചാരിക്കേണ്ട. ഞാനീ പറയുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. അല്ലാതെ ഇപ്പോൾ വേറെ എന്നാ പറയാനാ. പരീക്ഷ കൃത്യമായിട്ട് എഴുതുക.